ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ വരുന്ന സമയത്ത് മനുവിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് മനുവിൻ്റെ സർജറിയുടെ ദിവസം 30-ാം തീയതിയാണ് മനുവിൻ്റെ സർജറി നടന്നത്, തിങ്കളാഴ്ച. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ലിവ് ഹോസ്പിറ്റൽ സിറ്റി വാക്ക് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. മനുവിൻ്റെ ACL ടയറിന്, ACL മാത്രമല്ല വേറെ മെഡിക്കൽ ടേംസിൽ എന്തോ ഒരു 4-5 എണ്ണം കൂടി കമ്പൈൻഡ് ആയിരുന്നു അവൻ്റെ ഇഞ്ചുറി. ഇറ്റ് വാസ് ബേസിക്കലി എ സ്പോർട്സ് ഇഞ്ചുറി. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ കാല് ട്വിസ്റ്റ് ആവുന്നത്. അതുമാത്രമല്ല, ഇത് 1 ഇയർ ബിഫോർ നടന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ ആ സമയത്ത് ഒന്നും തന്നെ ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഒരുപാട് അതിനുള്ള എന്താണ് പറയുക, ഫിസിയോതെറപ്പിയും റെസ്റ്റും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ മനു തന്നെ എടുത്ത ഡിസിഷനാണ് ഇന്ന മാതിരി നമുക്ക് ഇപ്പോൾ വേണ്ട, അത് എൻ്റെ എല്ലാ എക്സാംസും കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്താൽ മതി എന്ന് അവൻ തന്നെയാണ് ഡിസൈഡ് ചെയ്തത്. ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ അവന് നല്ലപോലെ ക്ലിയറായിട്ട് അറിയുന്നതുകൊണ്ടും ആ ഡോക്ടറുടെ കൂടെ അവൻ ഷാഡോയിങ് ചെയ്തതുകൊണ്ടും വർക്ക് ചെയ്തതുകൊണ്ടും അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. സർജറിക്ക് പോകുന്ന സമയത്തും സർജറിയുടെ പ്രിപ്പറേഷൻസും ഒന്നും തന്നെ എനിക്കെടുക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. പിന്നെ മനു ഭയങ്കര അപ്സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. ബിക്കോസ് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു മേജർ സർജറിക്ക് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ആരാണെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരിക്കില്ല. എൻ്റെ മോനെ ഇങ്ങനെ കണ്ട സമയത്ത് 5 മണിക്കൂറായിരുന്നു അവനെ തിരിച്ചു കൊണ്ടുവരാനുണ്ടായിരുന്നത്. ബിക്കോസ് ആ പ്രൊസീജിയേഴ്സും എല്ലാം കൂടി കഴിഞ്ഞ് അവൻ കോൺഷ്യസ് ആയി കഴിഞ്ഞ റിക്കവറി റൂമിൽ നിന്ന് വരാൻ 5 hours എടുത്തു. ആ 5 മണിക്കൂർ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, സർജറി കഴിഞ്ഞ് ഒരു എന്താണ് പറയുക 5 to 6 hours കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ച് അവൻ്റെ റൂമിലേക്ക് വന്നതിന് ശേഷം ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലും ഡോക്ടർ വന്ന് നമ്മളെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പേടിക്കാനൊന്നുമില്ല, അവനെ റിക്കവറി റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നെല്ലാം. പിന്നെ ഇവർ രണ്ടുപേരുടെയും ആ ഒരു എന്താ പറയുക, ആ ഒരു രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. മനുവിനെ ഷാഡോയിങ് ചെയ്ത സമയത്ത് ഡോക്ടറുടെ കീഴിലായിരുന്നു അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സർജറി ലൈവായിട്ട് ഡോക്ടർ അവന് 3 സർജറി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഡോക്ടർ ഹർവേ എന്നാണ് ഈ വലിയ മനുഷ്യൻ്റെ പേര്. സ്പോർട്സ് ഇഞ്ചുറി ഡോക്ടറാണ്, വലിയ വലിയ ഫുട്ബോൾ പ്ലെയേഴ്സിന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ മൂപ്പര് വർക്ക് ചെയ്യുന്നത് ലിവ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ മനുവിൻ്റെ എല്ലാ കാര്യവും മനു സംസാരിച്ച് മനു തന്നെയായിരുന്നു എല്ലാം മൂപ്പരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മെഡിക്കൽ ടേംസൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്തൊന്നും നമുക്കൊന്നും വാല് മൂടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസിന് കാണുന്ന സമയത്ത്, നമ്മുടെ മകൻ്റെ കോൺഫിഡൻസ് കാണുന്ന സമയത്ത്, യെസ്, ആ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഡോക്ടർ ഇൻ ദ മേക്കിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു അഭിമാന നിമിഷങ്ങളായിരുന്നു ആ ഡോക്ടറുടെ കൂടെ ഇവൻ്റെ ആ കമ്മ്യൂണിക്കേഷനും ഡോക്ടർ ഇവൻ്റെ കൂടെയുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം കൂടിയിട്ട്. സോ ഇത് ഡോക്ടർ വന്ന് എല്ലാം അവൻ്റെ ഈ ബ്രേസസ് ഒക്കെ കറക്റ്റായി മുട്ട് മടങ്ങാൻ പാടില്ല ഒരാഴ്ചയ്ക്ക്. അപ്പോൾ 7 ഇൻസേർഷൻസ് ആണ് ഇട്ടിരിക്കുന്നത്. സോ ഡോക്ടർ വന്നിട്ട് അതെല്ലാം റെഡിയാക്കിയിട്ട് പോയി. പിന്നെ ഫിസിയോതെറപ്പിസ്റ്റ് വന്നിട്ട് അന്നത്തെ ദിവസം തന്നെ, എനിക്കറിയാം നാട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 20 ദിവസം എന്താണ് പറയുക, നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കേസാണ്. പക്ഷേ ഇവിടുത്തെ ടെക്നോളജിയും ഇവിടുത്തെ ആ യൂസിങ്ങും എന്താ പറയുക, ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഫിസിയോതെറപ്പിസ്റ്റ് വന്നിട്ട് എന്താണ് പറയുക, അവനെ നടത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, പോസ്റ്റ് അനസ്തീഷ്യ കഴിഞ്ഞതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ യൂറിനേഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവൻ ടോയ്ലറ്റിൽ നടന്ന് നമ്മൾ സഹായിച്ചു, ടോയ്ലറ്റിൽ നടന്നു വന്നു. പക്ഷേ അവന് ഹോസ്പിറ്റൽ ഫുഡ് ഒന്നും തന്നെ ഇഷ്ടമാവുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് അമ്മ ഉണ്ടാക്കണ ഫുഡ് എന്തായാലും വേണം, എനിക്കതല്ലാതെ പറ്റില്ല എന്ന്. സോ അവൻ നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഇമീഡിയറ്റ് ആയിട്ട് വീട്ടിലേക്ക് പോയി വേഗം തന്നെ അവന് ഇഷ്ടമുള്ള എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു അവൻ എന്ത് കൊടുക്കണം ആഫ്റ്റർ സർജറി എന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയി 4 മണിക്ക് ആകുമ്പോഴേക്കും തന്നെ വൈകുന്നേരം തിരിച്ചു വന്നിട്ട് അവന് ഞാൻ ആദ്യം കൊടുത്തത് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തത് ഞാൻ
സൂപ്പായിരുന്നു, ക്ലിയർ വെജിറ്റബിൾ സൂപ്പായിരുന്നു ഞാൻ കൊടുത്തത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇനി അതായത് ചെയ്യേണ്ട സർജറി ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫുഡാണ്. പോസ്റ്റ് സർജറി നമ്മൾ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ് ഒരു പേഷ്യൻ്റ് എണീറ്റ് നടക്കാനുള്ള ത്രാണി ഉണ്ടാവുന്നത്. അവിടെ ആ കൊടുക്കുന്ന ഭക്ഷണമാണ് പോസ്റ്റ് അനസ്തീഷ്യ എങ്ങനെ അവർ കോപ്പപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ വളരെ ക്ലിയറായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിന് ഞാൻ ആദ്യം തന്നെ സൂപ്പ് കൊടുത്തു അന്നത്തെ ദിവസം രാത്രി. അടുത്തത് ഞാൻ കൊടുത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ മണത്തങ്കാളി ചീരയുടെ പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പൊടി വെച്ചിട്ട് റൈസ്, അതുമാത്രമല്ല മിക്സഡ് വെജിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ സ്റ്റിർ ഫ്രൈഡ് മിക്സഡ് വെജിറ്റബിൾ പ്ലസ് ഞാൻ അവന് വേണ്ടിയിട്ട് ഞാൻ ഫിഷും കൂടിയിട്ടാണ് ലെമൺ ഫിഷും കൂടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മക്കിച്ചൂനും കണ്ണേട്ടനും കൂടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം. അതുമാത്രമല്ല എനിക്ക് കഴിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നിട്ടുള്ള വെജിറ്റബിൾസ് തന്നു. അതാണ് ഞാൻ കഴിച്ചത്. എൻ്റെ മാനസികാവസ്ഥ ടോട്ടലി ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു. ാണോ എനിക്ക് ആദ്യമാണോ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. എൻ്റെ മോനെ ഇങ്ങനെ കിടക്കണ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെയോ കഴിച്ചു എന്ന് മാത്രം ഞാൻ വരുത്തി. അടുത്ത ദിവസം രാവിലെ ഞാൻ വേഗം തന്നെ വീട്ടിൽ പോയിട്ട് ഇഡ്ഡലി, വട, ചട്നിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. മനുവിന് ഇഷ്ടമുള്ളത് മുഴുവൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ. അതുമാത്രമല്ല ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വന്നിട്ട് ആ കംപ്ലീറ്റ് ബാൻഡേജും എല്ലാം തന്നെ അഴിച്ചു. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു എവിടെയാണ് അവർ ഇൻസേർഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു 7 ഇൻസേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ വൂണ്ട് തുറന്ന് നോക്കിയപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു ഡോക്ടർ. അങ്ങനെ തലേദിവസം രാത്രി ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെയിൻ അതെന്തായാലും ഉണ്ടാവും. അതുമാത്രമല്ല അവർ ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും എല്ലാം തന്നെ കൊടുത്തിട്ടാണ് അന്നത്തെ ദിവസം രാത്രി പോയത്. നമുക്ക് കൊണ്ടുപോകാനും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ അവർ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താ കാരണം എന്ന് വെച്ചാൽ ടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ വീട്ടിലേക്ക് വരിക. പക്ഷേ എന്നാലും ഇവിടെ അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമില്ല. ഇനി ഈ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേസ് അഴിക്കും. അത് കഴിഞ്ഞ് ഫിസിയോതെറപ്പി തുടങ്ങും. നമ്മുടെ വീട്ടിൽ മുകളിലാണ് ബെഡ്റൂം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഫിസിയോതെറപ്പിസ്റ്റ് അപ്പം തന്നെ വന്നിട്ട് മനുവിന് എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് മുകളിലേക്ക് കയറേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എല്ലാം വളരെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്തിട്ടാണ് അവർ വിടുന്നത് ആസ്പത്രിയിൽ നിന്ന്. നമുക്കും ക്ലിയർ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ACL മേജർ സർജറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർജറിയുടെ ഏരിയ എങ്ങനെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്, ആ പേഷ്യൻറ്റിനെ എങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, എത്രത്തോളം ഒരു ദിവസം നടത്തിക്കണം, എങ്ങനെ അവനെ വീട്ടിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ പോയാലും അങ്ങേയറ്റം കെയർ ചെയ്യേണ്ട ദിവസങ്ങളാണ് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫുഡിൻ്റെ രീതിയായാലും പലതുമായിട്ടുള്ള രീതിയിൽ അപ്കമ്മിങ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ എങ്ങനെയാണ് അവന് വേണ്ടി പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് പോസ്റ്റ് സർജറി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണം നിങ്ങളൊരു ആളെ കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുമാത്രമല്ല ഒരു ഹാപ്പി ന്യൂസ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവൻ ടോയ്ലറ്റിലേക്ക് പോകണം, അവന് അപ്പിടാൻ മുട്ടണു എന്നുള്ളത് പറഞ്ഞു. പോസ്റ്റ് അനസ്തീഷ്യ കഴിഞ്ഞ് ആൾക്കാർ കഷ്ടപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്. എന്നുവെച്ചാൽ 3-4 ദിവസം മോഷൻ പോവാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേഷ്യൻസിനെ നമുക്കറിയാം. ഇത് നമ്മുടെ ഭക്ഷണം കാരണം കൊണ്ട് സൂപ്പറായിട്ടുള്ള രീതിയിൽ അവൻ അവിടെ വെച്ചിട്ട് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അവന് മോഷൻ പോകണം എന്നുള്ളത് ഫീലിംഗ് വന്നു. അവൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മോഷനും അവൻ പോയിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന ദിവസങ്ങൾ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളും എങ്ങനെയാണ് മോനെ നോക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം.